ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് നവംബർ മാസം 20-ാം തീയതി 325-ാമത്തെ ദിവസത്തിലെത്തി. ഇപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ നമുക്ക് വേണ്ടതുപോലെ പിടികിട്ടി തുടങ്ങുന്നുണ്ട്. വളരെ എളുപ്പമാണ് പെനീന എന്ന് പറയുന്ന ആ സ്ത്രീയിലേക്ക് ഏതൊരാൾക്കും എത്തിച്ചേരാനായിട്ട്. പരിസരത്ത് അവശേഷിച്ചിരിക്കുന്ന അവസാനത്തെ വിളക്കുകൂടി ഒന്ന് ഊതിക്കെടുത്തിയാൽ മാത്രം മതി. ഒരു മിനിമം അളവിലെങ്കിലും യേശുബോധം ഉള്ളിലൊന്ന് ഉറപ്പുവരുത്തുക മാത്രമാണ് ഈ ഒരു പ്രതിസന്ധിക്കും പ്രശ്നത്തിനും ഏക പരിഹാരം. ഉടയവനാണ് എൻ്റെ ഉടമസ്ഥൻ എന്ന ധാരണയിലേക്ക് എത്തിച്ചേരുക. നിന്റെ രാജ്യം വരേണമേ എന്നാണ് യേശു പഠിപ്പിച്ചു തന്ന ആ വലിയ പ്രാർത്ഥനയിലെ പ്രമുഖ ഭാഗം. നമ്മളെല്ലാവരും ദൈവരാജ്യത്തിലെ വിളിച്ച് ചേർക്കപ്പെട്ട അംഗങ്ങളാണെന്ന ബോധ്യവും ജീവിതത്തിൽ ഉടനീളം ഉറപ്പുവരുത്തുക. ആ ബോധ്യം കൊണ്ടു നടക്കുക. ഇനി പെനീനായിൽ നിന്ന് ഹന്നയിലേക്കൊന്ന് എത്തിയാലോ? ഹന്നയ്ക്കും ഈ വഴിയിലെ മുഴുവൻ വിചാരങ്ങളും ബാധകമാണ്. സ്വകാര്യ ദുഃഖങ്ങളിലേക്ക് സ്വന്തം ചുറ്റുപാടുകളും സാഹചര്യങ്ങളും വളരെ കാര്യമായ കൗശലത്തോടുകൂടി വിളിക്കുമ്പോൾ വെറുതെ വേഗം വീണുപോകാതിരിക്കാനായി എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതാണ് ഏതൊരാളും. തങ്ങൾ തിരഞ്ഞെടുക്കാതെ സ്വയമേ ജീവിതത്തിൽ കടന്നു വരുന്ന അനുഭവങ്ങളെ പൂക്കൾ നിറഞ്ഞ അനുഭവമായാലും മുള്ളുകൾ നിറഞ്ഞ അനുഭവമായാലും ആ നീറുന്ന നൊമ്പരങ്ങളായാലും ദൈവമാണ് എന്നെ ഇത്രത്തോളം പരിപാലിച്ച് വഴി നടത്തി എത്തിച്ചത് എന്നുള്ള ഉറപ്പും അങ്ങനെ തന്നെയുള്ള ഒരു നാളെയിൽ പുലർത്താവുന്ന പ്രത്യാശയും നെഞ്ചോട് ചേർത്ത് പിടിച്ചേ മതിയാവും. സ്വകാര്യ നൊമ്പരങ്ങളുടെ കടലിൽ അകപ്പെട്ടു പോകുന്ന ഏതൊരാൾക്കും ഹന്നായെ കൂട്ടുപിടിക്കാം. രക്ഷപ്പെടാനായിട്ടാണ്. കാരണം ദൈവത്തിൽ അഭയപ്പെട്ട് സ്വയം രക്ഷപ്പെടുന്ന ഹന്നായെ നമുക്ക് പിന്നീട് കണ്ടുമുട്ടാനായിട്ട് പറ്റുന്നില്ലേ? കഠിനമായ മനുഷ്യ നിന്ദയ്ക്ക് ഇരയാകേണ്ടി വരിക, ഒട്ടും രക്ഷപ്പെടാനാവാത്ത ഒരു കയത്തിൽ അകപ്പെട്ടു പോകുന്ന അനുഭവമാണ്. ഹന്നായുടെ പ്രതികരണം 1 ശമൂവേൽ ആദ്യ അധ്യായം ആരംഭ ഭാഗത്ത് നിന്ന് കണ്ടെത്തണം. അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. സ്വാഭാവികമായ മാനുഷിക പ്രതികരണവും എത്തിച്ചേരലുമൊക്കെയാണിത്. സഹനമുറയും സമരമുറയുമാണിത്. ഏതൊരു സ്ത്രീയുടെ കരച്ചിലിൽ അതിൻ്റെ ഒടുവിൽ എങ്ങനെയും എപ്പോഴും സംഭവിക്കാവുന്ന കാര്യമാണ്. സ്ത്രീയുടെ എന്നല്ല, ഏതൊരു മനുഷ്യൻ്റെയും. ഇവിടെ ഇതൊരു ഭാര്യയുടെ നെഞ്ചുപൊട്ടുന്ന നിലവിളിയാണ്. ദൈവത്തിങ്കിലേക്ക് അവൾ തിരിയട്ടെ എന്നും ദൈവം അവളെ രക്ഷിക്കട്ടെ എന്നും വേഗം ഒന്ന് ആവേശം കയറി പറഞ്ഞു കളയരുതേ ഈ ഭൂമി മണ്ണിലെ മുഴുവൻ ഭർത്താക്കന്മാരും. ഇവളുടെ ഭർത്താവ് എൽക്കാന എവിടെ, എങ്ങനെയായിരുന്നു അപ്പോൾ? വീടിനുള്ളിൽ കരയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട, അത് കണ്ടെത്തേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ആ വീട്ടിലുള്ള മുഴുവൻ അംഗങ്ങൾക്കുമില്ലേ? പുറമേ കരയുന്ന ആളുകളെ വേഗം ചിലപ്പോൾ കണ്ടെത്താൻ പറ്റും. എന്നാൽ ഉള്ളിൽ കരയുന്നവരെ അത്ര എളുപ്പം പിടുത്തം കിട്ടിയെന്ന് വരില്ല. ഹൃദയം കൊണ്ടുകൂടി നമ്മൾ മനുഷ്യരെ കണ്ടു തുടങ്ങണം. ബന്ധങ്ങളെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങണം. നമുക്കും പ്രാർത്ഥനയോടുകൂടി
അതിലേക്ക് പ്രവേശിക്കാം. ആമേൻ.